ഹായ് എവരിവൺ. ഇതെൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. എനിക്കിന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. സോ പാർട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്നേ ഉള്ളൂ. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ മുഖത്ത് മേക്കപ്പ് ഉണ്ട്. സോ ഐ എം ഗോണ റിമൂവ് ദാറ്റ്. ഞാനതിന് യൂസ് ചെയ്യുന്നത് മൈസ്ല വാട്ടറാണ്. ആൻഡ് ഞാൻ ആക്ച്വലി മിനിസോന്ന് കുറച്ച് കോട്ടൺ പാഡ്സ് മേടിച്ചായിരുന്നു 150 രൂപയ്ക്ക്. ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു എനിക്ക് ഇതുപോലുള്ള കോട്ടൺ പാഡ്സ്. സോ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു സെറ്റ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടിത് സെക്കൻഡ് ടൈം ചെയ്യുന്നതാണ്. ഇപ്പോഴും നിറയെ മെറ്റീരിയൽ ഉണ്ട്. ഐ മീൻ ലൈക്ക് മേക്കപ്പ് ബാക്കിയുള്ള സ്കിന്നിലുള്ളതുണ്ട്. സോ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു റിമൂവ് ഇറ്റ് പ്രോപ്പർലി, വെരി നൈസ്ലി. മടിയൊക്കെ ഉണ്ടെങ്കിൽ ടു ബി ഓണസ്റ്റ് മേക്കപ്പ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. റിമൂവ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ മേക്ക് യുവർ സ്കിൻ വേഴ്സ്. സോ ഇത്രയും, എനിക്കറിയില്ല കാണാൻ പറ്റുന്നുണ്ടോയെന്ന്, ഇത്രയും അഴുക്കുണ്ട്, മേക്കപ്പ് ഉണ്ട്. സോ ഐ എം ഗോണ ഡിസ്കാർഡ് ഇറ്റ്. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കും. ഓക്കെ, ഞാൻ ക്വെഞ്ചിൻ്റെ ഈ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രോഡക്റ്റ് റിവ്യൂവിൽ പറഞ്ഞിട്ടുന്ന അതേ സാധനമാണ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. സോ നന്നായിട്ട് പതപ്പിക്കാൻ നോക്കുക. കാരണം പതപ്പിച്ചിട്ട് മുഖത്ത് തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മുഖത്ത് തേച്ചിട്ട് പതപ്പിക്കുന്നതിനെക്കാട്ടിലും ദിസ് വർക്ക്സ് ഫോർ മീ. എനിക്ക് ഒരുപാട് ആക്നെ പ്രോബ്ലം ഉണ്ട്. ആക്നെ ഉള്ളത് ബേസിക്കലി എൻ്റെ ഡ്രൈ സ്കിന്നാണ്. പിന്നെ എനിക്ക് ബോഡിയിൽ ഹീറ്റ് ഭയങ്കര കൂടുതലാണ്, ഒരു വോം ബോഡിയാണ്. സോ അതുകൊണ്ടും ആണ് എനിക്ക് ആക്നെ വരുന്നത്. പിന്നെ കുറച്ച് ഹോർമോണൽ ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഞാൻ ഇപ്പോൾ കുറച്ച് പാടുപെടുന്നുണ്ട്. സോ ദിസ് ഈസ് മൈ റിയൽ സ്കിൻ. ഞാൻ ബേസിക്കലി മുഖം കഴുകിയതിന് ശേഷം പാഡ് ഡ്രൈ ചെയ്യാറില്ല. കാരണം എനിക്കെന്തോ ഒരുപാട് ആക്നെ ഉള്ളതുകൊണ്ട് പാഡ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ആക്നെ വരുമെന്നുള്ളൊരു പേടിയുണ്ട്. കാരണം ക്ലോത്ത്സിൽ നിന്ന്, ഐ മീൻ ടവലിൽ നിന്നൊക്കെ. പക്ഷെ ഞാനിപ്പോൾ ഒരു ഹോട്ടലിലാണുള്ളത്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഞാൻ പാഡ് ഡ്രൈ ചെയ്തില്ല എങ്കിൽ എനിക്ക് ചിലപ്പോൾ ജലദോഷം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്യാണ്. യൂസിങ് എ ടവൽ only. നാച്ചുറലി എയറിൽ തന്നെ മുഖം ഉണങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്കങ്ങനെ തോന്നിച്ചിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ തണുപ്പുള്ള സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജലദോഷമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത്തിരി പ്രശ്നമായിരിക്കും. എനിക്ക് പെട്ടെന്ന് ജലദോഷവും പനിയൊക്കെ വരും. ഇപ്പം തന്നെ എനിക്കൊരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ട്. സോ ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ഇനി അടുത്തത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വിൽവേഡ പ്യുവർ ഗ്രീൻ ടീ ട്രീ വാട്ടറാണ്. ഇപ്പോൾ തീരാറായി. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. ഒട്ടുമില്ല. ഞാൻ യാത്ര ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി പുതിയത് മേടിച്ചതുമില്ല. ഞാൻ തിരിച്ചു പോയിട്ട് വേണം മേടിക്കാനായിട്ട്. സോ ഇത് ഞാൻ ഡ്രൈ ആവാൻ സമ്മതിക്കില്ല. അതിന് മുമ്പേ തന്നെ ഐ അപ്ലൈ ഹൈലൂറോണിക് ആസിഡ്. സോ ദിസ് ഈസ് എ ഹൈലൂറോണിക് ആസിഡ്. ഞാൻ എന്താ പറയുക, IHA അസ്ലിയയുടെ ഹൈലൂറോണിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. ഐ മീൻ പ്രിസ്ക്രൈബ് ചെയ്തതാണ്, സജസ്റ്റ് ചെയ്തതല്ല. എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. സോ
നല്ലൊരു ഹൈലൂറോണിക് ആസിഡ് ഇല്ല എങ്കിൽ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ ഹൈലൂറോണിക് ആസിഡ് ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ബട്ട് ഞാനിവിടെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പോവാണ്. എനിക്കൊന്ന് ഡ്രൈ അപ്പ് ചെയ്തിട്ട് വേണം അടുത്ത സാധനം ഇടാനായിട്ട്. ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താണ് അടുത്ത് യൂസ് ചെയ്യുന്നതെന്ന്. കാരണം ആക്നെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഇൻറ്റൻസീവ് സ്കിൻ കെയർ ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഞാൻ ഒന്നും അധികം നെറ്റ് ചെയ്യാറില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് ആക്ച്വലി ചെയ്യണമെന്ന് തന്നെ തോന്നിക്കണം. കാരണം ഞാൻ ചെയ്യാണ്ടിരുന്നിട്ട് ഒരു മാറ്റം ഉണ്ടാവണില്ല. അപ്പോൾ ചെയ്തിട്ട് ഇനി വല്ല മാറ്റം ഉണ്ടാവണമെങ്കിലോ. സോ അടുത്ത ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നിയാസിനമൈഡാണ്. ഇത് 10% നിയാസിനമൈഡ് ഫേസ് സിറമാണ്. ഇതിൽ സിങ്കും കൂടിയുണ്ട്. സിങ്ക് ബേസിക്കലി ആക്നെ ഫേഡ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഇത് ഡേ ആൻഡ് നൈറ്റ് ടൈം യൂസ് ചെയ്യാം. 10 ml. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഇത് ഇൻക്ലൂഡ് ചെയ്തുള്ളൂ എൻ്റെ റുട്ടീനിൽ. സോ എനിക്കറിയില്ല ഇതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ എന്തായിരിക്കും. മേ ബി വിത്തിൻ എ വീക്ക് ഓർ 2 ഐ ക്യാൻ സേ. നിയാസിനമൈഡ് ഞാൻ ആക്ച്വലി 10% ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡോട്ട് ആൻഡ് കീയുടെ. അതെനിക്ക് നന്നായിട്ട് വർക്കായിരുന്നു. ഞാൻ അതാണ് ആക്ച്വലി മേടിക്കാൻ നോക്കിയത്, ബട്ട് അതില്ലായിരുന്നു. ഞാനിത് ബ്ലിങ്കിറ്റ് വഴിയും മേടിച്ചത്. അപ്പോൾ ഇത് മാത്രമേ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ സിങ്കും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സിങ്ക് ഉണ്ടെങ്കിൽ അതും ആക്നെക്ക് നല്ലതാണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ ഇത് നന്നായിട്ടൊന്ന് ഇമേഴ്സ് ആവട്ടെ ബോഡിയിൽ, ഐ മീൻ സ്കിന്നിൽ. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അടുത്ത ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി വൈറ്റമിൻ സിയുടെ ഷീറ്റ് മാസ്ക് ആണ്. കാരണം എനിക്ക് ആക്ച്വലി ഒരു പ്രോഗ്രാം ഉണ്ട്, നാളെ ഇവൻ്റ് ഉണ്ട്. അതും ഫുൾ ഡേ ടൈമിനായിരിക്കും. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ കാരണം അത്രയും സ്കിന്നിന് സൺ ഡാമേജ് ഉണ്ടാവാണ്ടിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിയാസിനമൈഡിൻ്റെ കൂടെ വൈറ്റമിൻ സി ചേരുമെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് പ്രശ്നം പറ്റിയിട്ടില്ല. ഐ തിങ്ക് നിയാസിനമൈഡ് ആൻഡ് വൈറ്റമിൻ സി വിൽ ഗോ എല്ലാം. റെറ്റിനോൾ അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഇതൊന്നുമാണ് പോവാത്തത്. സോ ഒന്ന് നോക്കിയേക്കാം. ഞാൻ ബേസിക്കലി ഗ്ലൈക്കോളിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ സ്കിപ്പ് ചെയ്തു. ഗ്ലൈക്കോളിക് ആസിഡ് എൻ്റെ ആക്നെ മാർക്സ് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇന്ന് ഞാൻ വൈറ്റമിൻ സി സിറം ഷീറ്റ് ഉപയോഗിക്കുകയാണ്. കാരണം എനിക്ക് നാളത്തെ ഇവൻറ്റിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് ഉപയോഗിക്കില്ല. കാരണം ഇത് രണ്ടും ചേരില്ല. ഐ മീൻ എല്ലാം കൂടി ഒരുമിച്ച് മുഖത്ത് വരിയിടാൻ പാടില്ല. ചില ഇൻഗ്രീഡിയൻസ്, ചില ആക്റ്റീവ്സ്, ഇതൊക്കെ ആക്റ്റീവ്സ്. വൈറ്റമിൻ സി, ഗ്ലൈക്കോളിക് ആസിഡ് അതൊരു പീലിംഗ് ഇതാണ്. അതുപോലെ നിയാസിനമൈഡ് ഇതെല്ലാം ഭയങ്കര ആക്റ്റീവ്സാണ്. ഹൈലൂറോണിക് ആസിഡ് മാത്രമാണ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാധനം. പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഒരു റിയാക്ഷനും ഒന്നിൻ്റെ കൂടെ ഇല്ല. എല്ലാത്തിൻ്റെ കൂടെ പോകുന്നത് ഹൈലൂറോണിക് ആസിഡാണ്. എൻ്റെ ഫേവറേറ്റ് ഹൈലൂറോണിക് ആസിഡാണ്. ആൻഡ് ഇത് ഞാനൊരു 10 മിനിറ്റ് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് എനിക്ക് തോന്നണില്ല 10 മിനിറ്റ് വെക്കാൻ പറ്റുന്നു. കാരണം നല്ല തണുപ്പുണ്ട് റൂമിൽ. വേണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടാം, ബട്ട് അതെന്നെ കൊണ്ട് പറ്റുന്നില്ല. ഫോർ സം റീസൺ ഐ ഡോണ്ട് നോ. ഐ ട്രൈഡ് ഇറ്റ്. They have some centralized temperature setting or something. നമ്മൾ ട്രൈ ചെയ്താലും ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് തോന്നണേ. ഒരു 10 മിനിറ്റെങ്കിലും ഇത് വെക്കാൻ പറ്റിയാൽ നല്ലത്. പിന്നെ ഇതിൻ്റെ അകത്ത് സിറം ബാക്കിയുണ്ടാവും. ഞാൻ കളയാറില്ല. ഞാനത് കഴുത്തിലൊക്കെ ഇടും. അല്ലെങ്കിൽ നാളെ രാവിലെ റെഡി ആകുമ്പോഴത്തേക്ക് അപ്പോൾ യൂസ് ചെയ്യാൻ വെച്ചേക്കും. So this is how I do it. സോ ഈ ഷീറ്റ് മാസ്കിൽ ഇട്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. ഞാനൊരു ഗ്രീൻ ടീ ഉണ്ടാക്കി. കാരണം നല്ല ടയർഡായിട്ടുള്ള ദിവസങ്ങളിൽ രാത്രി ഗ്രീൻ ടീ കുടിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ബട്ട് ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു, എൻ്റെ കൊളീഗ്സ് പുറത്തു പോകാനായിട്ട്. സോ ദേ ആർ ലൈക്ക് ഇൻ എ ഹറി. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് മാസ്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ലൈക്ക് ഇത് ഞാൻ അതേപോലെ തിരിച്ച് വയ്ക്കുകയാണ്. വന്നിട്ട് ഇതെടുത്ത് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട്. നോ മൈ ഫേസ് ലുക്ക് ലൈക്ക് ദിസ്. ഇങ്ങനെ പോയാൽ അവർ പേടിച്ചു പോകും. അത് രാത്രി കൂടിയാണ്.
So yeah, I'm gonna pack it as such. Keep it here. ഈ സിറം ഞാൻ നന്നായിട്ട് സ്കിന്നിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം അത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ. ഞാൻ മോയ്സ്ചറൈസർ ഉടനെ ഇടുന്നില്ല, ബട്ട് എനിക്ക് ഉടനെ ഇറങ്ങേണ്ടതാണ്. ബട്ട് ഒന്നിതൊന്ന് സെറ്റിലായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടും അതിൻ്റെ മേളിൽ കൂടി വൈറ്റമിൻ സി സിറം ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. മീൻ വൈൽ ഞാൻ എൻ്റെ കയ്യിൽ എന്താ ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ട്രെറ്റ് ആക്ച്വലി എൻ്റെ കയ്യിലിടാറുണ്ട്, കാരണം ഡ്രൈ സ്കിന്നാണ്, ഒരുപാട് ചുളിവുകൾ വരും. സോ ഞാൻ ട്രെറ്റ് എൻ്റെ കയ്യിലിടാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കയ്യിലെ ചുളിവുകൾ നല്ല മാറ്റമുണ്ട്. ഞാൻ ഇത് ആക്ച്വലി ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ഹാക്ക് കണ്ടുപിടിച്ചത്. ട്രെറ്റ് ബേസിക്കലി റെറ്റിനോളാണല്ലോ, അത് നമ്മുടെ ഈ റിങ്കിൾസ് മാറ്റാനാണല്ലോ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കയ്യിലും കാലിലൊക്കെ അത് അപ്ലൈ ചെയ്യാം. കയ്യിലൊക്കെ ചുളിവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈനസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു അപ്ലൈങ് സൺസ്ക്രീൻ ടുമോറോ മോർണിംഗ്, ദ നെക്സ്റ്റ് ഡേ. നന്നായിട്ട് ട്രെറ്റ് അപ്ലൈ ചെയ്യണം. ട്രെറ്റും വൈറ്റമിൻ സിയും ചേരില്ല. ലൈക്ക് അബ്സല്യൂട്ട്ലി എനിമീസ്. സോ ഞാനിനി ഫേസിൽ തൊടുന്നില്ല. എന്തിരുന്നാലും കുറച്ച് നേരം കഴിയട്ടെ. ആൻഡ് ഞാനിത് കാലിലും ഇടാറുണ്ട് ട്രെറ്റ്. കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു. ലൈക്ക് ട്രെറ്റ് തീർന്നിട്ട് എനിക്ക് മേടിക്കാൻ സമയം കിട്ടിയില്ല. സോ ഞാൻ കാലിലിട്ടിട്ട് വരാം. എന്നിട്ട് ഞാൻ അതിൻ്റെ മേളിൽ സീൽ ചെയ്യാനായിട്ട് മോയ്സ്ചറൈസർ ഇടും, കയ്യിലും കാലിലും. ഞാൻ ഉപയോഗിക്കുന്നത് വാസ്ലിൻ്റെ ഒരു ബോഡി ലോഷനാണ്, ഗ്ലൂട്ടാഹയോ എന്ന് പറഞ്ഞിട്ട്. ഇതിലും റെറ്റിനോൾ തന്നെയാണ് ഉള്ളത്. ബട്ട് ബേസിക്കലി ഇത് എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നിച്ചിട്ടില്ല. ബട്ട് ബെറ്റർ ദാൻ നിവ്യ ആൻഡ് ഓൾ. ബാക്കിയുള്ള വാസ്ലിൻ്റെ ബോഡി ലോഷൻസും നിവ്യയുടെ ബോഡി ലോഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിച്ചു. ബട്ട് എന്നിരുന്നാലും വലിയൊരു ഇത് പറയാൻ പറ്റില്ല, കാരണം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒന്നും അങ്ങോട്ട് ചേരില്ല. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻകാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഓയിലി സ്കിൻകാർക്ക് ശരിക്കും പറഞ്ഞാൽ അധികം സ്കിൻ കെയറിൻ്റെ ആവശ്യമില്ല. അവർ ചെയ്യാണ്ടിരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത്. അവരുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ തന്നെ ഇന്നഫാണ് അവരെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട്. അവരുടെ സ്കിൻ ഏറ്റവും തിളക്കമുള്ള സ്കിന്നാണ്. ജസ്റ്റ് ആക്നെ വരാണ്ട് നോക്കിയാൽ മതി, അതായത് ക്ലീൻ ആക്കി വെച്ചിരുന്നാൽ മതി. വേറെ പുറത്തുനിന്ന് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹൈഡ്രേറ്റിംഗ് സാധനങ്ങൾ ഇട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ലോങ്ങർ റണ്ണിൽ അഫ്കോഴ്സ് വേണം ഇതൊക്കെ, അതായത് ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞാൽ. ബട്ട് എൻ്റെയൊക്കെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നുള്ളവർ കൊച്ചിലെ മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡൊക്കെ കൊച്ചിലെ ഇൻ ദ സെൻസ് മോയ്സ്ചറൈസർ അറ്റ്ലീസ്റ്റ് ഒരു 10-11 വയസ്സാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. So this is my green tea. നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി കാമാക്കാൻ ഗ്രീൻ ടീക്ക് പറ്റും. എനിക്ക് ആക്ച്വലി നല്ല ഉറക്കം കിട്ടും ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ. നല്ല പറ്റും. പക്ഷെ ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല. പലരും ലൈക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, കൊളീഗ്സ് ആണ് എല്ലാവരും. സോ ഞങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ഓഫ് സൈറ്റാണ്. സോ വി ഹാഡ് എ പാർട്ടി ആൻഡ് ഐ ഡാൻസ്ഡ് എ ലോട്ട്. ഞാനങ്ങനെ ഡാൻസ് ചെയ്യുന്നതല്ല, പക്ഷെ എന്തോ എനിക്കറിയില്ല, ഇന്ന് ഞാൻ തകർത്ത് ഡാൻസ് ചെയ്തു. 2 മണിക്കൂറൊക്കെ തകർപ്പായിരുന്നു അവിടെ കിടന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ടയർഡാണ്. നാളെ ഇനി നമുക്ക് കുറച്ച് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡേ ടൈമിൽ ഇവൻറ്റ്സ് ഉണ്ട്, രാത്രി ഒരു പാർട്ടി ഉണ്ട്. So tomorrow is the last day
and day after tomorrow we will be going back to our office location. ഇതൊന്ന് പയ്യെ സെറ്റിൽ ആവുന്നുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ്ലി സെറ്റിലായി കഴിഞ്ഞാൽ ഞാനെൻ്റെ മോയ്സ്ചറൈസർ ഇടും. ഞാൻ 2 മോയ്സ്ചറൈസറുണ്ട് എൻ്റെ കയ്യിൽ. മെരുള ഓയിലിൻ്റെ ഉണ്ട്, ക്ലിനിക്കിൻ്റെ ഉണ്ട്. ഓക്കെ, മെരുള ഓയിൽ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു. കാരണം ഇതെനിക്ക് അധികം ആക്നെ വന്നിട്ടില്ല, ഇത് ഇടാൻ തുടങ്ങിയതിന് ശേഷം. പക്ഷേ ഇത് യൂസ് ചെയ്ത സമയത്ത് ആക്നെ ഉണ്ട്. ബട്ട് തണുപ്പുള്ള സമയത്ത്, ഭയങ്കരമായിട്ട് തണുപ്പുള്ള സമയത്ത് ക്ലിനിക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ക്ലിനിക്കും കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇത് ഗോവയാണ്. സോ ഗോവയിൽ ഇറ്റ്സ് ഹ്യൂമിഡ്, ഇറ്റ്സ് നോട്ട് കോൾഡ് ആൻഡ് ഓൾ. റൂമിൻ്റെ അത് മാത്രമേ തണുപ്പുള്ളൂ. സോ ഞാൻ മെരുള ഓയിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിനിമലിസ്റ്റിൻ്റെ ആണ് കേട്ടോ. ഞാൻ അധികം സ്കിന്നിൽ മസാജ് ചെയ്യാറില്ല. കാരണം ഇപ്പോഴാണ് ഞാൻ മസാജൊക്കെ നിർത്തിയത്, ആക്നെ ഉള്ളതുകൊണ്ട്. മസാജ് ചെയ്യുമ്പോൾ എനിക്ക് ആക്നെ കൂടുതൽ തോന്നിച്ച് അങ്ങനെ ഞാൻ മസാജിങ് നിർത്തിയേക്കാണ്. അപ്പോൾ അതും ഒരു മസാജിങ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒന്നും സ്കിൻ വളരെ നന്നായിട്ടിരിക്കുകയായിരുന്നു. ഐ മീൻ ലൈക്ക് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ റിങ്കിൾസ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഐ ജെല്ലാണ്. ഞാൻ ഐ ക്രീം യൂസ് ചെയ്യുന്നില്ലായിരുന്നു. എഗെയിൻ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണിത്. ഇതിൻ്റെ പേരെന്തുവാ? എനോട്ട് ബ്യൂട്ടി ലണ്ടൻ്റെ ഐ സർക്യൂ അഡ്വാൻസ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് ഇട്ടിട്ട് വലിയ മാറ്റമൊന്നും തോന്നിക്കുന്നില്ല. ഞാൻ ആക്ച്വലി ആവണക്കെണ്ണയാണ് എൻ്റെ കണ്ണിൻ്റെ ഇടയിൽ യൂസ് ചെയ്തിരുന്നത്. അത് ഇതിനെക്കാട്ടിലും അത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. ഐ മീൻ ആവണക്കെണ്ണ ഈസ് സൂപ്പർ ഫോർ യുവർ അണ്ടർ ഐസ്. എനിക്ക് ബേസിക്കലി അണ്ടർ ഐസിൽ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, ജനറ്റിക് ആണ്. പിന്നെ ഉറക്കവും ഭയങ്കര നല്ലതൊന്നുമല്ല. പിന്നെ കണ്ണ് കുഴിഞ്ഞതാണ്, അതായത് കണ്ണിൻ്റെ ചുറ്റുമുള്ള മോയ്സ്ചർ കംപ്ലീറ്റ്ലി പെട്ടെന്ന് ലൂസാവും. ഇത് ഹെറിഡിറ്ററിയാണ്. എൻ്റെ അച്ഛനും ഇതേപോലെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ണിൻ്റെ അടിയിലുള്ള മോയ്സ്ചർ ലൂസാവുന്ന കാരണം ഈ കണ്ണ് കുഴിയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ആൾക്കാർ ഫില്ലേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ഹൈലറോണിക് ആസിഡാണ് ഫില്ലറായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഫില്ലർ യൂസ് ചെയ്യാണ്ട് തന്നെ ആ ഐസിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഹൈലറോണിക് ആസിഡ് കണ്ണിൻ്റെ അടിയിലിടുക, റെറ്റനോൾ കണ്ണിൻ്റെ അടിയിലിടുക, ഐ മീൻ ദ യൂസബിൾ വൺ, ആൻഡ് ആവണക്കെണ്ണ കണ്ണിൻ്റെ അടിയിലിടുക, ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും കണ്ണിൻ്റെ അടിയിലിടാറുണ്ട്. പിന്നെ സൺസ്ക്രീൻ കണ്ണിൻ്റെ അടിയിലിടുക. സൺസ്ക്രീൻ കണ്ണിൻ്റെ അടിയിൽ ഇടുക എന്നുള്ള കാര്യം എനിക്ക് വളരെ ലേറ്റായിട്ടാണ് ഞാൻ അറിഞ്ഞത്. 2 വർഷം മുമ്പാണ് എൻ്റെ ഒരു ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞത്, യൂസ് സൺസ്ക്രീൻ അണ്ടർ യുവർ ഐസ്. ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ബീൻ യൂസിങ് ഇറ്റ്. എനിക്കൊന്ന് എൻ്റെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അണ്ടർ ഐസ് ഭയങ്കര ദയനീയമായിരുന്നു. ലൈക്ക് ദയനീയാവസ്ഥയുടെ ഏറ്റവും അപ്പുറത്ത് ദയനീയാവസ്ഥയായിരുന്നു. ദിസ് ഇസ് ഗോൺ ബി എ ലോങ് വീഡിയോ. ഇത് മെലാലുമിൻ്റെ ലിപ് ലൈറ്റ്നറാണ്. കാരണം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള എൻ്റെ ലിപ്സാണ്. സോ ഇതിൽ SPF ഒക്കെ ഉണ്ട്. ബട്ട് ഞാനിത് രാത്രിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. So this is it. My skincare routine for the night is done. പിന്നെ ഞാൻ ഈ സ്പ്രേ ആക്ച്വലി ഇപ്പം ഞാൻ അടിക്കുന്നില്ല. ഇത് ഹെയർ സ്പ്രേ ആണ്. ഞാൻ വന്നിട്ട് പിന്നീട് യൂസ് ചെയ്യും. ഈ ഹെയർ സ്പ്രേനെ കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ എടുക്കുന്നതാണ്. ഇത് ഹെയർ സിറം എനോട്ട് ബ്യൂട്ടിയുടെ തന്നെയാണ് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തത്. ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ആ വീഡിയോ ഓൺ ദാറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ.